ഹലോ, ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ഉള്ളി വെച്ചിട്ടൊരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചോറിന് ഇത് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനുള്ള ആവശ്യത്തിന് മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണ. ഞാനിവിടെ 25 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുള്ളി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി പകുതി ചെറുള്ളിയും പകുതി സവോളയും എടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ എല്ലാ ഉള്ളിലും നന്നായിട്ട് മിക്സ് ആവുന്ന അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളി ഇവിടെ കുതിർത്ത് വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളി വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ നെടുക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് എല്ലാ മസാലയും ഉള്ളിയൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വെന്ത ശേഷം വേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഉള്ളി നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞു പോകട്ടോ കഴിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് മാറി പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അരിപ്പൊടി ചേർത്തതായിട്ട് നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അരിപ്പൊടി കൂടി പോവാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് അരിപ്പൊടി കൂടെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് കട്ടി കൂടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു തടുക്കാപ്പൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായംപൊടിയാണ് കേട്ടോ. കായംപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വറ്റൽമുളകും കായംപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്കിത് ഈ ഒരു ഉള്ളിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഉള്ളിക്കറി ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അച്ചാറൊക്കെ കൂട്ടുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ചോറിലേക്ക് കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയിലേക്കൊക്കെ ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളും പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക്